ഇന്ന് നമുക്ക് മലയാളത്തിൽ റിലീസായ ക്രൈം ത്രില്ലർ സീരീസ് കേരള ക്രൈം ഫയൽ സീസൺ 2 കഥ നോക്കിയാലോ. കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് പോലീസ് ഡോഗ്സിനെ ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ഷെൽട്ടറാണ്. അവിടെ ടെറി എന്നൊരു നായയെ കാണിക്കുന്നു. ഒരുപാട് കേസൊക്കെ തെളിയിച്ചിട്ടുള്ള ആളാണ് ഈ ടെറി. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയത്തിൽ മോഷണം നടന്നത്. ആ മോഷണത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ടെറിയെയും കൊണ്ട് ഡോഗ് സ്ക്വാഡ് അവിടേക്ക് വരും. എന്നാൽ മ്യൂസിയത്തിൽ എത്തിയപ്പോൾ ടെറിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം. ഈ ടെറിയാണെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയ ഡോഗാണ്. ടെറിയുടെ സ്വഭാവത്തിൽ അത്തരമൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. മാത്രമല്ല ടെറി വയലന്റ് ആവുകയും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഓടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മാകി കിടന്നോടിയ ടെറിയാണെങ്കിൽ എന്തൊക്കെയോ അന്വേഷിക്കും പോലെയൊക്കെയാണ് തോന്നുന്നത്. മാത്രമല്ല അവസാനം ടെറിയാണെങ്കിൽ ടേബിളിന് മുകളിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഷാർപ്പായിട്ടുള്ളൊരു വസ്തു കടിക്കുകയും ഒക്കെ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് CPO ആയ അമ്പിളി രാജു എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. ഈ അമ്പിളി രാജു ആണെങ്കിൽ മോഷണ കുറ്റത്തിന് പിടിച്ച ഒരു പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോകുന്ന സമയം അമ്പിളി രാജു ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരാണെങ്കിൽ അതൊക്കെ വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്യും. ഉറങ്ങി അമ്പിളി അവസാനം ആ പ്രതിയുടെ ദേഹത്തേക്ക് ചാരി വീഴുന്നു. അത് കാരണം പ്രതിയാണെങ്കിൽ അമ്പിളിയെ ഒരുപാട് വഴക്ക് പറയും. എന്നാൽ ഇതെല്ലാം ബസ്സിലിരുന്നവർക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. കാരണം ഒരു പോലീസുകാരനെയാണല്ലോ പ്രതി ഇങ്ങനെ കിടന്ന് വഴക്ക് പറയുന്നത്. നീ ഒരു മോഷ്ടാവല്ലേ, മോഷണ കേസിന് പിടിച്ച നീയാണോ ഇത്രയും കിടന്ന് ബഹളമുണ്ടാക്കുന്നത് എന്നൊക്കെ അവിടെ ഇരുന്ന ആളുകൾ ചോദിക്കും. അതിന് മറുപടിയായിട്ട് ആ ഒരു പ്രതി പറയുന്നത്, അല്ല ഞാൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ ഞാൻ മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അവസാനം അമ്പിളിയോട് പറയുന്നത്, ഒരു ദിവസമുണ്ട്, ഞാൻ പുറത്തിറങ്ങട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ അമ്പിളിയെ വിരട്ടുകയും ഒക്കെ ചെയ്യും. ഞാൻ നിന്റെ വീട്ടിലോട്ടൊരു വരവുണ്ടെന്നും അമ്പിളിയോട് പറയുന്നു. അമ്പിളിയാണെങ്കിൽ അതിനൊരു മറുപടിയും കൊടുക്കാതെ മിണ്ടാതെ നിൽക്കും. അതേസമയം ഒരു സ്റ്റോപ്പിൽ നിന്നും 3 പേര് കയറും. അതേസമയവും ഈ പ്രതിയാണെങ്കിൽ അമ്പിളിയെ വല്ലാതെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ കയറിയ 3 പേരാണെങ്കിൽ ഈ പ്രതിക്കിട്ട് നല്ല രീതിക്ക് കൊടുക്കുന്നു. അതിന് അമ്പിളി പ്രതികരിക്കുന്നതേയില്ല. അവസാനം മതി എന്ന് പറയുമ്പോഴാണ് അവർ നിർത്തുന്നതും. അവസാനം കോടതിയിലെത്തിയപ്പോഴോ പ്രതിയെ ജാമ്യം എടുക്കാനായിട്ട് വന്ന ആളിനോട് പ്രതി പറയുന്നുണ്ട്, ബസ്സിൽ വെച്ച് 3 പേര് കയറി അവരെന്നെ നല്ല രീതിക്ക് തല്ലി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ അവരിറങ്ങി. ഇത് കരുതി കൂട്ടി ആരോ പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന അമ്പിളി രാജി പറയുന്നത്, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ദേ, നീ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ കാണിച്ചാൽ നിനക്ക് ജാമ്യം പോലും കിട്ടത്തില്ല എന്നുള്ള കാര്യവും അമ്പിളി പറയുന്നു. അതിനാണെങ്കിൽ പ്രതി മറുപടി ഒന്നും കൊടുക്കുന്നതേയില്ല. കൂടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അമ്പിളിയോട് മാപ്പും പറയും. അതെല്ലാം കഴിഞ്ഞ് അമ്പിളി രാജു തന്റെ മകളെ ഫോൺ വിളിക്കുകയാണ്. മകൾക്കൊരു 15,000 രൂപയുടെ ഫോൺ വാങ്ങി കൊടുക്കാമെന്ന് അമ്പിളി രാജു പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അമ്പിളി രാജു വീട്ടിൽ വിളിക്കുന്നത്. റെഡിയായിന്നില്ല, ഞാൻ വന്നിട്ട് ഫോൺ വാങ്ങി തരാമെന്നും അമ്പിളി രാജു പറയും. അതിനു മുൻപായിട്ട് അയ്യപ്പന്റെ വീട്ടിൽ ചെന്നിട്ട് അയ്യപ്പൻ അവിടെ വന്നോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ, ഡയറക്റ്റ് ആയിട്ടൊന്നും അന്വേഷിക്കണ്ട, അവിടെ പോയി കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വരുവാനായിട്ടും അമ്പിളി രാജു തന്റെ മകളോട് പറയും. എന്നാൽ മകൾക്കാണെങ്കിൽ അതിനൊട്ടും താല്പര്യമില്ല. ഒരു ഫോണിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അതിനവൾ ഓക്കെ പറയുന്നത്. അതിനുശേഷം നോബൽ എന്നൊരു പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ഈ നോബൽ ആണെങ്കിൽ പോലീസുകാരനാണെങ്കിലും പോലീസ് യൂണിഫോം ഇടാനായിട്ടുള്ള ഒരവസരം നോബലിന് കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിലുള്ള ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ ചെയ്യുന്നത് ഈ നോബലായിരുന്നു. എന്നാൽ നോബലിന് ഇപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എന്തെന്നാൽ ഒരു സ്റ്റേഷനിൽ 10-25 പേരെ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നോബലിന് അവസരം കിട്ടിയിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാണ് നോബൽ ഇപ്പോൾ. അമ്പിളി രാജു വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് നോബൽ എത്താനായിട്ട് പോകുന്നതും. നോബലിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം അവൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ നടക്കുവാനായി പോകുന്നതും. അതേസമയം തന്നെയായിരുന്നു നോബലിന് വല്ലാത്ത അലർജി പ്രശ്നമുണ്ട്. അത് കാരണം ഡോക്ടറിനെ കാണുവാനായി വരുന്ന സമയത്ത് വീട്ടിൽ പെറ്റുണ്ടോ എങ്കിൽ പെറ്റിനെ ഒന്ന് മാറ്റി നിർത്തണം, അപ്പോൾ കുറച്ചൊന്ന് ശരിയാകുമെന്നും നോബൽ പറയും. എന്നാൽ നോബലിന്റെ വൈഫായിട്ടുള്ള സ്റ്റെഫിയാണ് അവരുടെ വീട്ടിലെ ഡോഗുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റും. സ്റ്റെഫിയാണെങ്കിൽ നോബലിനെ മാറ്റി നിർത്തിയാൽ പോലും അവരുടെ പെറ്റായിട്ടുള്ള ഡോഗിനെ മാറ്റി നിർത്തതേയില്ല. അങ്ങനെ തനിക്ക് പോലീസ് ഓഫീസറായി ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയെന്നുള്ള കാര്യം തന്റെ വൈഫിനോട് നോബൽ പറയും. വൈഫിനും ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ നോബലാണെങ്കിൽ താൻ ഏത് സ്റ്റേഷനിലേക്കാണ് ചാർജ് എടുക്കേണ്ടത് അവിടേക്ക് പുറപ്പെടും. അതേസമയം പിന്നീട് കാണിക്കുന്നത് അമ്പിളി രാജുവിനെയാണ്. അമ്പിളി രാജു ആണെങ്കിൽ അയ്യപ്പൻ അവസാനമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോയതെന്ന് ഒരാളിനോട് ചോദിച്ച് അയ്യപ്പന്റെ ലൊക്കേഷനൊക്കെ എടുക്കുകയാണ്. അയ്യപ്പൻ അവസാനമായിട്ട് നിൽക്കുന്നത് തമ്പാനൂരാണെന്നും ആ ഒരാൾ പറയുന്നു. അവിടെ തന്നെയാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നതെന്നും പറയുമ്പോൾ
അമ്പിളിരാജ് ഷോക്കായി പോകും. കാരണം അമ്പിളിരാജു ഇപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. അമ്പിളിരാജുവിനാണെങ്കിൽ എപ്പോഴും ലോട്ടറി എടുക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുവാനായിട്ടാണ് തമ്പാനൂരേക്ക് വന്നതും. അങ്ങനെ അമ്പിളിരാജു അയ്യപ്പന്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോകുവാനായും തീരുമാനിച്ചിറങ്ങുന്ന സമയം തന്നെയായിരുന്നു തന്റെ മകളെ ഫോൺ വിളിച്ചിട്ട്, നീ ഒരു കാര്യം ചെയ്, അമ്മയോടൊപ്പം പോയി ഫോൺ എടുക്ക്, ഞാനാണെങ്കിൽ പൈസ അയച്ചു തരാമെന്നും അമ്പിളിരാജു തന്റെ മകളെ വിളിച്ചു പറയും. അതിനുശേഷം കാണിക്കുന്നത് പോലീസ് ഇൻസ്പെക്ടറായ കുര്യനെയാണ്. ഈ കുര്യൻ ഫസ്റ്റ് സീസണിലുമുണ്ട്. കുര്യനും 28 പേരെ മാറ്റിയ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ അവിടേക്കാണ് ചാർജ് എടുക്കുവാനായും എത്തുന്നത്. ഇനി ഈ സ്റ്റേഷൻ നന്നായിട്ട് നിങ്ങൾ വേണം നോക്കാനെന്നും കുര്യനോട് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. 28 പേരെ മാറ്റിയ കൂട്ടത്തിൽ വീണ്ടും ചാർജ് എടുക്കുന്നത് കുര്യനൊപ്പം നോബലും ഉണ്ടായിരുന്നു. അതേ സമയത്തായിരുന്നു ആ 28 പേര് മാറിയില്ലേ. എന്നാൽ ഈ 28 പേരുടെ കൂട്ടത്തിൽ അമ്പിളിരാജുവുമുണ്ട്. അതേ സമയത്തായിരുന്നു എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നതും. എന്തെന്നാൽ തലേ ദിവസം മുതൽ അമ്പിളിരാജു മിസ്സിംഗ് ആണ്. ഒരു പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് വന്നതാ. പിന്നീട് ആരും കണ്ടിട്ടേയില്ല എന്നുള്ള കാര്യവും പോലീസുകാർ അറിയുന്നു. മാത്രവുമല്ല, വീട്ടിൽ മകൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കാമെന്നാണല്ലോ അമ്പിളിരാജു പറഞ്ഞിരുന്നത്. ഫോൺ എടുക്കുവാനായി കടയിൽ ചെന്നതിന് ശേഷം പൈസയ്ക്ക് വേണ്ടിയിട്ട് മകൾ അമ്പിളിരാജുവിനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നതും. പോലീസുകാരെല്ലാവരും കൂടി അമ്പിളിരാജുവിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴും ഈ കാര്യമാണ് അവർ പറഞ്ഞതും. അമ്പിളിരാജു എവിടെ പോയി കാണുമെന്ന അന്വേഷണത്തിലാണ് കുര്യനും നോവലുമെല്ലാം. എന്നാൽ അതേസമയം കാണിക്കുന്നത് അമ്പിളിരാജുവിന്റെ ഫോണാണെങ്കിൽ ഒരു ഓടയിൽ കിടക്കുന്നതാണ്. ആ സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് ടെറി എന്ന പോലീസ് നായയാണ്. ടെറി ആണെങ്കിൽ അന്ന് ഒരുപാട് വയലന്റ് ആയല്ലോ. എന്നാൽ ഇപ്പോൾ ടെറി അവശനായി കിടക്കുകയാണ്. ടെറിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ടെറിയെ ചികിത്സിക്കുവാനായിട്ടെത്തിയ ഡോക്ടറിനും എന്താണ് ടെറിക്ക് പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല. ആഹാരവും കഴിക്കുന്നില്ല, അനങ്ങുന്നതേയില്ല. ടെറി വല്ലാത്തൊരവസ്ഥയിലാണ്. മാത്രമല്ല, ടെറിയുടെ വയറ്റിൽ തൊട്ട് നോക്കിയ സമയത്ത് ടെറി വല്ലാതെ കരയുകയും ഡോക്ടറിനെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തു. ടെറിയുടെ വയറ്റിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയമായിരുന്നു ഡോക്ടറിന്. അതുകൊണ്ട് തന്നെ എക്സ്റേ എടുത്ത് കാണിക്കണമെന്നും ഡോക്ടർ പറയും. ആ ഒരു വിവരം അവിടുത്തെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥന് ടെറിയുടെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്തതിനാൽ അയ്യപ്പനെ വിളിച്ചുകൊണ്ട് പോകുവാനായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് അയ്യപ്പനെയാണ്. ഈ അയ്യപ്പനാണെങ്കിൽ വല്ലാത്തൊരു പ്രകൃതക്കാരനാണ്. പുള്ളിക്കാരൻ കഞ്ചാവൊക്കെയാണെന്നാണ് അവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. പോലീസ് നായകൾക്കൊക്കെ ഫുഡ് കൊടുക്കുവാനായിട്ട് ഫുഡൊക്കെ റെഡിയാക്കുന്ന സമയം അവർക്ക് ആഹാരം കൊടുക്കുവാനായിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അയ്യപ്പൻ അവിടെ എത്തുന്നു. എന്നിട്ട് നായ്ക്കൾക്കുള്ള ഫുഡുമായിട്ട് അയ്യപ്പനാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതും. അത്രയും നേരം കുരച്ചുകൊണ്ട് വയലന്റായിട്ട് നിന്ന നായ്ക്കുട്ടികൾ എല്ലാവരും അയ്യപ്പൻ അടുത്ത് ചെന്ന് ആഹാരം അവിടെ കൊണ്ടുവന്ന് വെച്ച് അവരുടെ തലയിലേക്ക് തടവിയതും വാലാട്ടുവാനൊക്കെ തുടങ്ങി. അത് കണ്ട് ബാക്കിയുള്ള ഓഫീസർമാരെല്ലാം അയ്യപ്പനെയും നോക്കുന്നുണ്ട്, നായ്ക്കുട്ടികളെ നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. അതുകൊണ്ട് എത്രയും വേഗം കണ്ടെത്തണമെന്നും അവർ തീരുമാനിക്കുന്നു. അമ്പിളിരാജു അവസാനമായിട്ട് മിസ്സായത് ഒരു പ്രതിയെ കൊണ്ട് കോടതിയിലെത്തിയ സമയത്തല്ലേ. അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയി അന്വേഷിക്കുവാനായിട്ടും തീരുമാനിക്കും. അപ്പോൾ അവിടുത്തെ വക്കീൽ പറയുന്നത്, പ്രതിയും കൊണ്ട് ഇവിടെ വന്നു, കേസെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും അമ്പിളിരാജു പോയി എന്ന വിവരമാണ് കോടതിയിൽ നിന്നും 2 പോലീസുകാർക്ക് കിട്ടിയതും. മാത്രമല്ല, അവിടെ അന്വേഷിക്കുന്ന സമയത്താണ് എപ്പോഴും ഈ അമ്പിളിരാജുവിന് ലോട്ടറി എടുക്കുന്നൊരു സ്വഭാവമുണ്ടെന്നും എല്ലാ ദിവസവും വൈകിട്ട് തമ്പാനൂരുള്ള ലോട്ടറി കടയിൽ ചെന്ന് ലോട്ടറി എടുത്തിട്ടാണ് വീട്ടിൽ പോവാറുള്ളതെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു വക്കീൽ പറയുന്നു. അതനുസരിച്ച് ആ ഒരു ലോട്ടറി കട കണ്ടെത്തി അവിടെ എത്തി അമ്പിളിരാജുവിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരും. അപ്പോൾ ആ ലോട്ടറി കടക്കാരൻ പറയുന്നത്, ഇവിടെ വന്നിരുന്നു, ലോട്ടറിയും എടുത്തു, ഫോണിൽ സംസാരിച്ചുകൊണ്ടാ കൂടുതൽ സമയവും നിന്നത്. എന്നാൽ ഞാൻ വിചാരിച്ചു ലോട്ടറി എടുക്കുമെന്ന, പക്ഷേ പുള്ളിക്കാരൻ ലോട്ടറിയൊന്നും എടുത്തില്ല, ഫോണിൽ സംസാരിച്ചുകൊണ്ട് ദേ ആ വഴിയെ കൂടെ പോയതെന്നും ലോട്ടറി കടക്കാരൻ പറയുന്നു. അതനുസരിച്ച് അമ്പിളിരാജ് പോയി എന്ന് പറയപ്പെടുന്ന അതേ വഴിയിലൂടെയാണ് 2 പോലീസുകാരും പോകുന്നതും. അപ്പോൾ അവിടെ വെച്ച് ലോട്ടറിയൊക്കെ വിൽക്കുന്ന ഒരു സ്കൂട്ടിയിൽ വരുന്ന ഒരാളാണെങ്കിൽ അമ്പിളിരാജുവിനെ താൻ കണ്ടു എന്ന് പറയും. ആ ഒരു സീനാണ് പിന്നീട് കാണിക്കുന്നത്. സ്കൂട്ടിയിൽ കൊണ്ടു നടന്ന് ലോട്ടറി വിൽക്കുന്ന ആളാണെങ്കിൽ ലോട്ടറിയുമായിട്ട് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അമ്പിളിരാജു നടന്നു വരുന്നതും. സാറേ, എന്തെങ്കിലും സഹായം വേണോ സാറേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അമ്പിളിരാജു കയറിപ്പോയി. എന്നാൽ അമ്പിളിരാജു പോയ ഓട്ടോയ്ക്ക് പിന്നാലെ ഒരു നീല കളർ കാറും ഫോളോ ചെയ്ത് പോയി എന്ന കാര്യം ആ ലോട്ടറിക്കാരൻ പറയുന്നു. കാറിന്റെ ഡീറ്റെയിൽസും പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ അമ്പിളിരാജു പോയി എന്ന് പറയുന്ന ആ ഒരു ഓട്ടോയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ഓട്ടോക്കാരനെ കണ്ടുപിടിക്കുവാനായിട്ടും പോകും. അങ്ങനെ ഒരു ഓട്ടോക്കാരനെ കണ്ടെത്തുകയാണ്.
ഓട്ടോക്കാരനോട് അമ്പിളി രാജുവിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് എന്റെ ഓട്ടോയിൽ കയറിയിട്ട് എപ്പോഴും തിരിഞ്ഞു നോക്കുമായിരുന്നു. എന്നാൽ ഒരു സ്ഥലമെത്തിയ സമയത്ത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബ്ലൂ കളർ കാറിൽ കയറി പോയെന്നും ആ ഓട്ടോക്കാരൻ പറയുന്നു. കാർ ഏതാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ നമ്പരും കണ്ടില്ല, ഒരുപാട് ദൂരെയാണ് ഓട്ടോ നിർത്തിയിരുന്നതും. എന്നാൽ കണ്ണാടി വഴി ഞാൻ ആ കാറിന്റെ ബാക്കിൽ ഒരു റെഡ് കളർ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത് കണ്ടു. ഏകദേശം ട്രെൻഡിനെടുക്കുന്ന കാറുകളുടെ പിന്നിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ പോലെ ഉണ്ടായിരുന്നുവെന്നും ആ ഓട്ടോക്കാരൻ പറയുന്നു. നേരത്തെ ലോട്ടറിക്കാരൻ പറഞ്ഞതിലും ഓട്ടോക്കാരൻ പറഞ്ഞതിലും ഈ ഒരു ബ്ലൂ കളർ കാർ വരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ കാറിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും 2 പോലീസുകാരും തീരുമാനിക്കും. അതേ സമയത്തായിരുന്നു ഒരു വലിയ പുഴക്കരയില് ആ ഒരു കാർ ഒരാൾ കൊണ്ടുവന്ന് കഴുകുന്നത് കാണിക്കുന്നതും. അയാളുടെ മുഖം കാണിക്കുന്നതേയില്ല. അമ്പിളി രാജുവിന്റെ മിസ്സിംഗ് കേസും മൊബൈൽ വഴി കേൾക്കുന്നുണ്ട്. മാത്രവുമല്ല ആ സ്റ്റിക്കറൊക്കെ ഇളക്കി കളയുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നതും. അമ്പിളി രാജുവിന്റെ കേസും അമ്പിളി രാജു കയറിപ്പോയി എന്ന് പറയുന്ന ആ ഒരു ബ്ലൂ കളർ കാറും ദുരൂഹത നിറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്പിളി രാജുവിന്റെ ഫോണിലെ ലൊക്കേഷൻ കണ്ടുപിടിക്കുവാനായിട്ടും പോലീസുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ ലൊക്കേഷൻ കണ്ടെത്തി അവസാനം വന്ന് നിൽക്കുന്നത് ഏത് ഓടയിലാണോ അമ്പിളി രാജുവിന്റെ ഫോൺ കിടന്നു എന്ന് പറയപ്പെടുന്നത് അതേ ഓടയ്ക്ക് മുന്നിലാണ്. അതിനുള്ളിൽ നിന്നും പൊട്ടിയ നിലയിൽ അമ്പിളി രാജുവിന്റെ ഫോൺ കണ്ടെത്തും. സംഭവ സ്ഥലത്തേക്ക് നോബലും എത്തുന്നുണ്ട്. മാത്രമല്ല ആ ഫോണിൽ രക്തത്തിന്റെ കറയും ഉണ്ടായിരുന്നു. നോബൽ പറയുന്നത്, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കാറിൽ നിന്നും വലിച്ചെറിഞ്ഞതായിട്ട് തോന്നുന്നില്ല, ആരോ കരുതി കൂട്ടി കൊണ്ടുവന്നിട്ടതാകാനാണ് സാധ്യത എന്നുള്ളതും നോബൽ പറയുന്നു. ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നോബൽ. അങ്ങനെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ ആ ഒരു മൊബൈലിലുള്ള രക്തക്കറ അമ്പിളി രാജുവിന്റേതാണെന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിവരം ഉയർന്ന ഉദ്യോഗസ്ഥനായ കുര്യനെ അറിയിക്കും. അമ്പിളി രാജുവിന്റെ വീട്ടിൽ എങ്ങനെ അറിയിക്കും എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുകയാണ് അവർ. അടുത്ത ദിവസം തന്നെ നോബലും കൂട്ടുകാരും അമ്പിളി രാജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അമ്പിളി രാജുവിനെ കുറിച്ചാണ് കൂടുതലും അന്വേഷിക്കുന്നതും. അവസാനം എന്തൊക്കെയാ പറഞ്ഞത്, എപ്പോഴാ വിളിച്ചത് എന്നൊക്കെയുള്ള കാര്യം അന്വേഷിക്കുന്നു. എന്നാൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അമ്പിളി രാജുവും അയ്യപ്പനും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നും പുറത്തു വരുന്നത്. സത്യത്തിൽ ഈ അയ്യപ്പൻ ഡോഗ്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന ഷെൽട്ടറിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നാൽ ഈ അയ്യപ്പനാണെങ്കിൽ അത്യാവശ്യം പേരുകേട്ട ക്രിമിനൽ ആയിരുന്നു. നല്ല മോഷണമൊക്കെ ചെയ്യും, മോഷണ കേസിൽ പ്രതിയുമായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് അയ്യപ്പനെ പിടികൂടി അയ്യപ്പനെ നേരെയാക്കുവാനായിട്ട് തീരുമാനിച്ച പോലീസുകാരാണെങ്കിൽ ഒടുവിൽ ഡോഗ്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന ഷെൽട്ടറിലാണെങ്കിൽ അയ്യപ്പന് ജോലി കൊടുത്തു. അവിടെ താമസിച്ചു വരുന്ന അയ്യപ്പനാണെങ്കിൽ ഏകദേശം നല്ലതായൊക്കെ വരികയാണ്. എല്ലാവരുടെ മുന്നിൽ നല്ലവനുമായിരുന്നു. അമ്പിളി രാജുവിന്റെ വീട്ടിലെത്തിയ സമയത്താണ് അമ്പിളി രാജുവും അയ്യപ്പനും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്നും എല്ലാവർക്കും മനസ്സിലാകുന്നതും. അമ്പിളിയുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവസാനമായി അമ്പിളി വിളിച്ച സമയത്ത് അയ്യപ്പന്റെ വീട്ടിൽ പോയി അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു കാര്യം അയ്യപ്പന്റെ മകളാണെങ്കിൽ പോലീസുകാരോട് പറയുന്നു. അപ്പോൾ എന്തൊക്കെയോ സംശയം പോലീസുകാർക്കുണ്ടാവുകയാണ്. ഈ അമ്പിളിയും അയ്യപ്പനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് സംശയം തോന്നിയ പോലീസുകാരാണെങ്കിൽ ഉടനെ തന്നെ അയ്യപ്പനെ കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിക്കും. ഡോഗ്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു ഷെൽട്ടർ ഹോമില്ലേ, അവിടെ എത്തി അന്വേഷിക്കുന്ന സമയത്ത് അയ്യപ്പനെയും ഒരാഴ്ചയായിട്ട് കാണാനില്ല എന്നുള്ള കാര്യം അറിയും. 2 വർഷമായി ഏകദേശം അയ്യപ്പനാണെങ്കിൽ ആ ഒരു ഷെൽട്ടർ ഹോമിൽ ജോലി ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അയ്യപ്പന് മിസ്സിംഗ് ആണ്. അയ്യപ്പനെ പോലെ തന്നെയാണല്ലോ അമ്പിളിയും ഒരാഴ്ചയായിട്ട് മിസ്സിംഗ് ആണ്. ഇതിൽ എന്തൊക്കെയോ സംശയം പോലീസുകാർക്കുണ്ടാകുന്നു. ഉടനെ തന്നെ പോലീസുകാരാണെങ്കിൽ അയ്യപ്പന്റെ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് അയ്യപ്പനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് എങ്ങനെയാണ് അയ്യപ്പനും അമ്പിളി രാജുവും തമ്മിലെ കണക്ഷൻ എന്നതും പുറത്തു വരുന്നതും. സത്യത്തിൽ ഈ അയ്യപ്പന്റെ ഭാര്യയില്ലേ, അയ്യപ്പന്റെ ഭാര്യയാണ് അമ്പിളി രാജു ആദ്യം കല്യാണം കഴിച്ചത്. അവരുമായിട്ട് അമ്പിളി രാജു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു അമ്പിളി രാജുവിന്റെ ഇപ്പോഴുള്ള ഭാര്യയുമായിട്ട് അമ്പിളി രാജുവിന് ബന്ധമുണ്ടാകുന്നതും. അങ്ങനെ അവർ പ്രഗ്നന്റ് ആയി. തന്നെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയതോടെ വേറെ വഴിയില്ലാതായി അമ്പിളി രാജുവിനെ. അങ്ങനെ അയ്യപ്പനാണ് അമ്പിളി രാജുവിനെ കൊണ്ട് അവരെ വിവാഹം കഴിപ്പിച്ചതും അമ്പിളി രാജുവിന്റെ ആദ്യത്തെ ഭാര്യയെ അയ്യപ്പൻ വിവാഹം കഴിച്ചതും. ഇതെല്ലാം കേട്ടുകൊണ്ടുന്ന നോബലാണെങ്കിൽ അയ്യപ്പനും അമ്പിളി രാജുവിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു പ്രശ്നവുമില്ല, ഈ ഒരു സംഭവത്തോടു കൂടിയാണ് 2 പേരും നല്ല ഫ്രണ്ട്സ് ആയതെന്നും അയ്യപ്പന്റെ ഭാര്യ പറയുന്നു. താൻ പോയി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം നോബലാണെങ്കിൽ കുര്യനോട് വന്ന് പറയുന്നു. കുര്യൻ ചോദിക്കുന്നത്, അല്ല ഇവർക്ക് 2 പേർക്കുമിടയിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടായി കാണും, അപ്പോൾ ഈ അമ്പിളി രാജുവിനെ അയ്യപ്പൻ കൊന്നതാണെങ്കിലോ എന്ന് കുര്യൻ ചോദിക്കുമ്പോൾ ഇല്ല സാറേ, അതിനൊരു വഴിയുമില്ല, കാരണം ആ ഒരു പ്രശ്നത്തോടു കൂടി 2 പേരും നല്ല തിക് ഫ്രണ്ട്സ് ആയെന്ന അയ്യപ്പന്റെ ഭാര്യ പറയുന്നതെന്നും നോബൽ പറയുന്നു. അത് കേട്ടതും കുര്യൻ ചിരിക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ലല്ലോ, നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ എല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാണ് ചിരിക്കുന്നത്. മാത്രമല്ല ഈ അയ്യപ്പനാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഡോഗ്സിന്റെ ഷെൽട്ടർ ഹോമിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യവും നോബലാണെങ്കിൽ കുര്യനോട് പറയും.
അമ്പിളി രാജുവിന്റെ ഫോൺ പരിശോധിച്ച സമയത്ത് ഒരുപാട് തവണ അമ്പിളി രാജു അയ്യപ്പനെ വിളിച്ചിട്ടുണ്ട്. അയ്യപ്പനും അമ്പിളി രാജുവിനെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല കർണാടകയിൽ നിന്നും 2 കോളും വന്നിട്ടുണ്ട്. മണൽ മാഫിയയുമായിട്ട് ഈ അമ്പിളി രാജുവിന് ബന്ധമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്ത് കാണുമോ ഈ അമ്പിളി രാജുവിനെയും അയ്യപ്പനെയും എന്നൊക്കെയാണ് ഇവരുടെ സംശയവും. അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുവാനായിട്ടും തീരുമാനിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് ഡോഗ്സിന്റെ ഷെൽട്ടർ ഹോമാണ്. അവിടുത്തെ 2 ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അയ്യപ്പനെ അന്വേഷിച്ച് പോലീസുകാരൊക്കെ വന്നു തുടങ്ങി. ഇനിയൊരു പ്രശ്നം ഇതുപോലെ ഇവിടെ സംഭവിക്കരുത്, ഒരു കാര്യവും പുറത്തറിയരുത് എന്നൊക്കെയാണ് ആ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നതും. ഇതിൽ നിന്നും അവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. എന്തിനെയോ കുഴിച്ചു മൂടിയ സ്ഥലത്ത് നിന്നാണ് ഇവരിതൊക്കെ സംസാരിക്കുന്നതും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ. അവനാണെങ്കിൽ കൂട്ടുകാരെന്ന് പറയാൻ ആരും തന്നെയില്ല. സ്കൂളിൽ ആകെ കൂട്ട് ഒരു കറുത്ത പട്ടിക്കുട്ടിയാണ്. എപ്പോഴും അവൻ ആ പട്ടിക്കുട്ടിയോടൊപ്പമാണ് സമയം ചിലവഴിക്കുന്നതും. എന്നാൽ ഇതൊക്കെ കാണുന്ന ക്ലാസ്സിലെ മറ്റു പിള്ളേരാണെങ്കിൽ ഇവനെ ഒരുപാട് ടോർച്ചർ ചെയ്യും. മാത്രമല്ല ആ നായ്ക്കുട്ടിയും ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ആ പയ്യന്മാർ കളിച്ചുകൊണ്ടിരുന്ന ബോൾ എടുത്തുകൊണ്ട് ആ നായ്ക്കുട്ടി ഓടുന്നു. നായ്ക്കുട്ടിയെയും അവന്മാർ തല്ലുന്നു. മാത്രമല്ല ഈ പയ്യനെയും തല്ലുകയാണ്. നായ്ക്കുട്ടിയെ തല്ലുന്നതൊക്കെ കണ്ട് സഹിക്കാനാകാത്ത ഈ കൊച്ചു പയ്യനാണെങ്കിൽ കൂടെയുണ്ടായിരുന്ന ആ പയ്യന്മാരെയും തല്ലും. അതവസാനം പ്രിൻസിപ്പാളിന്റെ ചെവിയിലെത്തുന്നു. പ്രിൻസിപ്പാൾ പറയുന്നത്, ഇവന്റെ അച്ഛൻ 25ാമത്തെ വയസ്സിലാ ഇതൊക്കെ തുടങ്ങിയത്. ഇവൻ ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്നും പ്രിൻസിപ്പാൾ പറയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. പോലീസ് ഓഫീസറായ കുര്യൻ അടുത്തേക്ക് എത്തുകയാണ് ട്രാൻസ്ഫർ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് കുര്യൻ ചോദിക്കുന്നുണ്ട്, കാണാതായ അമ്പിളി രാജുവിന്റെ കേസ് അന്വേഷിക്കുന്നതിൽ ഞങ്ങളെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്നാൽ ഈ മറ്റു പോലീസുകാരനാണെങ്കിൽ ട്രാൻസ്ഫറായി പോകുവാനായിട്ട് റെഡിയായി നിൽക്കുകയാണല്ലോ. ക്വാർട്ടേഴ്സിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കുവാനായി സാധനമെല്ലാം പറക്കി മാറ്റുന്ന സമയം അയാളുടെ വൈഫ് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തല്ലേ പറ്റൂ എന്നാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. അമ്പിളി രാജുവിന് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന മണൽ മാഫിയ ടീമിനെ കുര്യനും ടീമും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറ, അമ്പിളി രാജുവിനെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, അമ്പിളി രാജു സാറ് നല്ല മനുഷ്യനാണ്, ഞങ്ങളെ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ എന്തിനാ കൊല്ലുന്നത് എന്നൊക്കെയായിരുന്നു അവരുടെ മറുപടി. എന്നാൽ മറ്റൊരു വശത്ത് സീസൺ 1 ഉണ്ടായിരുന്ന മനോജ് എന്നൊരു പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ഈ മനോജ് ചെക്കിങ്ങിനിടയിൽ കർണാടകയിൽ നിന്നെത്തിയ 2 പോലീസുകാരെ കണ്ടുമുട്ടുന്നു. ഇവരെയാണെങ്കിൽ സ്റ്റേഷനിലേക്കും കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നാൽ ഇവരുടെ സംസാരത്തിൽ നിന്നും അമ്പിളി രാജു ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം മനോജിനുണ്ടാകുന്നു. കാരണം പോലീസുകാരെല്ലാവരും അമ്പിളി രാജുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓടുകയാണല്ലോ. ആ ഒരു വിവരം സ്റ്റേഷനിൽ അറിയിക്കും. അപ്പോൾ അമ്പിളി രാജുവിന്റെ കേസും ഈ കർണാടകയിൽ നിന്നെത്തിയ പോലീസുകാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മറ്റേ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിട്ടത് നോബലിനെയായിരുന്നു. നോബലിനെ ആദ്യം കാണുമ്പോൾ കുശലം ചോദിക്കുമെങ്കിലും പിന്നീട് നോബലിനോട് പറയുന്നത്, കർണാടകയിൽ നിന്നും 2-3 പേരെ പിടിച്ചല്ലോ, ഇവർക്കാണെങ്കിൽ അമ്പിളി രാജുവുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്ന സംശയമുണ്ടായി. അത് കാരണം ചോദ്യം ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ എന്താണ് ബന്ധമെന്ന് പുറത്തു വരുന്നത്. കർണാടകയിൽ വെച്ച് ഒരു ചെറിയൊരു കേസുണ്ട്. എന്നാൽ ആ കേസ് ചുരുളഴിയുന്ന സമയത്ത് ഒരു പോലീസുകാരനും ബന്ധമുണ്ട് എന്ന് ഈ വന്ന 2 പോലീസുകാർക്കും മനസ്സിലായി. സത്യത്തിൽ ഇവർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്പിളി രാജുവുമായിട്ട് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. എങ്ങനെയെങ്കിലും കാശ് വാങ്ങിച്ച് ആ ഒരു കേസ് തേച്ചു മാറ്റി കളയുക, ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നതും. ഏകദേശം 10 ലക്ഷം രൂപ അവർക്ക് ഒപ്പിച്ചു കൊടുക്കുകയും അമ്പിളി രാജു ചെയ്തിരുന്നു. ആ ഒരു ക്യാഷ് എല്ലാം കൈമാറിയത് പെട്രോൾ പമ്പിൽ വെച്ചാണെന്നും അമ്പിളി രാജു വന്നത് ഒരു നീല കാറിലാണെന്നുമുള്ള കാര്യം അവർ പറയുന്നു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാറ് പോയ ഡയറക്ഷനും മൊബൈല് വലിച്ചെറിഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലവും ഏകദേശം മാച്ച് ആകുന്നുണ്ട്. മറ്റൊരു വശത്ത് കൊച്ചിയിൽ നഗരസഭയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഴുകിയ നിലയിൽ ഒരു വിരൽ കിട്ടുന്നു. അത് കണ്ടവർ പേടിച്ചു പോകും. പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ഒരു കൊച്ചു പയ്യനില്ലേ, അവന്റെ കഥയാ കാണിക്കുന്നത്. അവൻ കരഞ്ഞുകൊണ്ട് കാടിനുള്ളിലൂടെ ഓടിപ്പോവുകയാണ്. അവന്റെ അച്ഛനടുത്തേക്കാണ് അവൻ ഓടിപ്പോകുന്നതും. അച്ഛനടുത്ത് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നു. അച്ഛന്റെ വായിൽ നിന്നും നുരയും പതയും ഒക്കെ വരുന്നുണ്ട്. അച്ഛനടുത്തേക്ക് പോകുവാനായിട്ട് ആരും സമ്മതിക്കുന്നതേയില്ല. എല്ലാവരും അച്ഛനെ കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്നു. അവനാണെങ്കിൽ ഒരുപാട് കരയും.
അതേ സമയത്തായിരുന്നു അവൻ വളർത്തുന്ന ആ ഒരു നായ്ക്കുട്ടിയില്ലേ, അത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടി വരുന്നതും. ആരും അവന്റെ അച്ഛനടുത്തേക്ക് അടുക്കാതെ നിന്നപ്പോഴും ആ ഒരു നായ്ക്കുട്ടി മാത്രമാണ് അച്ഛനടുത്തേക്ക് ചെന്നതും. അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ആ നായ്ക്കുട്ടി കുരയ്ക്കുന്നതും. നായ്ക്കുട്ടിയെ തന്നെ നോക്കി നിന്ന് കരയുകയാണ് ആ ഒരു പയ്യനും. അവനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു നായ്ക്കുട്ടിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയ്യപ്പനും അമ്പിളിരാജുവും ഒരുമിച്ച് മിസ്സിംഗ് ആയതുകൊണ്ട് അയ്യപ്പനെ കണ്ടെത്തി കഴിഞ്ഞാൽ അമ്പിളിരാജുവിനെ കുറിച്ച് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ടും നോബലും കുര്യനും തീരുമാനിക്കുന്നു. അയ്യപ്പന്റെ വീട്ടിൽ ചെന്ന് അയ്യപ്പന്റെ ഭാര്യയെ ചോദ്യം ചെയ്ത സമയത്ത് 1 മാസമായി താൻ ഭർത്താവിനെ കണ്ടിട്ടെന്നാണല്ലോ അയ്യപ്പന്റെ ഭാര്യ പറഞ്ഞത്. പക്ഷെ അത് കള്ളമായിരുന്നു. അത് മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദ്യം ചെയ്യും. അപ്പോൾ അവർ കുറച്ചു കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഈ അയ്യപ്പനും അമ്പിളിരാജുവും അയ്യപ്പന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. അയ്യപ്പനാണെങ്കിൽ കർണാടക പോലീസ് തന്നെ പൊക്കിയെന്നും അവർക്ക് 10 ലക്ഷം രൂപ അവർ ഓഫർ പറഞ്ഞു എന്നുള്ള കാര്യവും അയ്യപ്പനോട് പറഞ്ഞു. കാശ് എങ്ങനെ ഒപ്പിക്കും എന്ന ടെൻഷനിലായിരുന്നു അമ്പിളിരാജു. അതിനൊരു വഴി അയ്യപ്പൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ പറഞ്ഞ കാശും കിട്ടും, മാത്രമല്ല നന്നായിട്ട് ജീവിക്കാനും കഴിയുമെന്നും അയ്യപ്പനാണെങ്കിൽ അമ്പിളിരാജുവിനോട് പറഞ്ഞു. അതെന്ത് കാര്യമാണെന്ന് കാണിക്കുന്നതേയില്ല. അങ്ങനെ രണ്ടുപേരും കാശ് ഒപ്പിക്കുവാനായിട്ട് ആ ഒരു വഴി തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം അയ്യപ്പന്റെ ഭാര്യ തുറന്നു പറയും. മാത്രവുമല്ല അയ്യപ്പന്റെ ഭാര്യയുടെ ഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അയ്യപ്പനെ കാണാതാകുന്നതിന് മുൻപ് തന്നെ തന്റെ ഭാര്യയെ വിളിച്ചിരുന്നതായും 2.5 മണിക്കൂർ സംസാരിച്ചതായും കാണുന്നു. 2.5 മണിക്കൂർ നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് കുര്യൻ ചോദിക്കുമ്പോൾ അതിന് അയ്യപ്പന്റെ ഭാര്യയ്ക്ക് മറുപടിയില്ലായിരുന്നു. അവസാനം പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് പേടിച്ച് എന്താണ് അവർ സംസാരിച്ചതെന്ന് അയ്യപ്പന്റെ ഭാര്യ തുറന്നു പറയും. എന്തെന്നാൽ അയ്യപ്പൻ വിളിച്ചിട്ട് തന്റെ ഭാര്യയോട് പറയുന്നത്, എനിക്ക് മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്ത് മടുത്തു, ഞാൻ എന്തായാലും കാശുണ്ടാക്കാൻ പോവുക. കുറച്ച് ദിവസങ്ങൾക്കകം ഒരുപാട് കാശിന്റെ കയ്യിൽ വരും, അന്ന് നമുക്ക് വേറെ എങ്ങാട്ടെങ്കിലും പോയി ജീവിക്കാമെന്നും അയ്യപ്പൻ തന്റെ ഭാര്യയോട് പറയും. അയ്യപ്പൻ എന്തായാലും നല്ല വഴിയിലൂടെ ആയിരിക്കില്ല കാശ് സമ്പാദിക്കുന്നതെന്ന് അയ്യപ്പന്റെ ഭാര്യയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം എനിക്ക് എങ്ങും വരാൻ താല്പര്യമില്ല, എനിക്കിങ്ങനെ എല്ലാവരുടെയും കീഴിൽ പട്ടിയെ പോലെ പണിയെടുത്ത് വയ്യ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പട്ടിയെ കണക്ക് പണിയെടുത്തെന്നോ, നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ കൂടിയല്ലേ നല്ലൊരു ജീവിതവും എല്ലാവരുടെയും മുന്നിൽ നല്ല പേരും ഒക്കെ കിട്ടിയത്, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്തായാലും അവിടെ ഇരിക്കുന്ന മുഴുവൻ കാശും എടുത്ത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരണമെന്നും അയ്യപ്പൻ പറയും. എന്നാൽ അതിന് മറുപടിയായി ഭാര്യ പറയുന്നത്, ഇത്രയും നാൾ നമ്മളോടൊപ്പം നിന്ന അമ്പിളിച്ചട്ടിനെ ചതിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്നായിരുന്നു ഭാര്യ പറഞ്ഞതും. ഇതായിരുന്നു അവർ രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണവും. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ആ ഒരു ബ്ലൂ കളർ കാറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. ഒടുവിൽ ആ ഒരു കാർ കണ്ടുകിട്ടും. നന്നായി കഴുകി വൃത്തിയാക്കിയ മട്ടിലായിരുന്നു ആ കാറും. എന്നാൽ ആ കാറിനുള്ളിൽ നിന്നും ബ്ലഡ് സാമ്പിളും കണ്ടുപിടിക്കുകയാണ്. പക്ഷെ കഴുകിയിരുന്നതിനാൽ അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിന് കൊടുക്കുവാനായും തീരുമാനിച്ചു. അതിന്റെ റിസൾട്ട് വന്ന സമയത്ത് 2 പേരുടെ ബ്ലഡ് ഉണ്ട് എന്നുള്ള കാര്യവും കോൺസ്റ്റബിൾ വിളിച്ചിട്ട് നോബലിനോട് പറയുന്നു. നോബൽ ആണെങ്കിൽ ആ ഒരു വിരൽ കിട്ടിയില്ലേ, അതിനെ കുറിച്ച് കൂടുതലായിട്ടും അന്വേഷിക്കുവാനായും തീരുമാനിക്കുകയാണ്. വിരല് പരിശോധന നടത്തിയതിനു ശേഷം ഫോറൻസിക് വിഭാഗം റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഏകദേശം വിരല് മുറിച്ചത് ആള് മരിച്ചതിന് ശേഷമാണ്. മാത്രമല്ല വിരലിന് നല്ല ഡാമേജും ഉണ്ട്. വിരലിന് മുകളിലായിട്ട് എന്തോ തരത്തിലുള്ള ഒരു ലിക്വിഡുമുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നതും. അങ്ങനെ ആ ഒരു സ്ഥലത്ത് പോയി അന്വേഷിക്കുകയാണ് നോബൽ. അവിടെ CC ക്യാമറയൊക്കെ കാണുന്നുണ്ട്. എന്തായിരിക്കും ആ ഒരു ലിക്വിഡ് എന്നുള്ള കാര്യമൊക്കെ നോബൽ ചിന്തിക്കും. അങ്ങനെ നോബലാണെങ്കിൽ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്നതിൽ നിന്നും ആ ഒരു വിരൽ കിടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമില്ലേ, അവിടെയായിട്ട് ഒരു തെരുവുനായയുടെ സാന്നിധ്യം കാണുന്നു. അങ്ങനെ CCTV ഫുട്ടേജ് മുഴുവൻ സെർച്ച് ചെയ്ത സമയത്ത് നോബലിനൊരു കാര്യം മനസ്സിലാകും. തെരുവുനായെ ഛർദ്ദിച്ചതിൽ നിന്നായിരിക്കാം ആ ഒരു വിരല് വന്നിട്ടുണ്ടാവുക എന്നുള്ള തന്റെ തോന്നലാണെങ്കിൽ നോബലാണെങ്കിൽ എല്ലാ പോലീസുകാരോടും അവതരിപ്പിക്കും. അത് ചെറിയ ചൈൽഡിഷ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നുമെങ്കിലും എന്നാൽ നോബലിന്റെ സംശയമാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. ആ ഒരു വിരല് അവിടെ കിടക്കുന്നതിന് മുൻപും ശേഷവുമുള്ള CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്നതിൽ നിന്നും ഒരു ബ്ലാക്കും വൈറ്റും കളർ തെരുവുനായയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ നായ വന്നിട്ട് പോയതിനു ശേഷമാണ് അവിടെ വിരല് വന്നതും. അതുകൊണ്ട് തന്നെ തന്റെ ടീമിനോട് എല്ലാവരോടും നോബൽ പറയുന്നത്, ആ ഒരു തെരുവുനായ വന്ന ആ ഒരു ഫുട്ടേജ് ഉണ്ടല്ലോ അതെല്ലാം കളക്ട് ചെയ്യണം. മാത്രവുമല്ല തെരുവുനായ എവിടെയൊക്കെ പോയി എവിടെ നിന്ന് വന്നു അങ്ങനെയുള്ള തെരുവുനായയുടെ റൂട്ട് മുഴുവനായിട്ടും കിട്ടുന്ന CCTV ഫുട്ടേജ് എടുക്കുവാനായും പറയുന്നു. അങ്ങനെ ഒരു ടീം മുഴുവൻ ചേർന്ന് ആ തെരുവുനായയുടെ റൂട്ടെല്ലാം ഒരു CCTV ഫുട്ടേജ് എല്ലാം കണക്ട് ചെയ്ത് വെക്കുകയാണ്. അതിൽ നിന്നും തെരുവുനായ എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം
അവർക്ക് മനസ്സിലാകും അതൊരു സ്റ്റേഡിയത്തിൽ നിന്നാണ് വന്നത്. അടുത്ത ദിവസം ആ ഒരു പഴയ സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തുകയാണ് പോലീസ് ടീം. അവിടെ നിന്നും അവർക്ക് മനുഷ്യന്റെ ബ്ലഡും പിന്നെ മനുഷ്യന്റെ ചെറിയ ചെറിയ മാംസ കഷ്ണങ്ങളും ഒക്കെ കിട്ടും. അതെല്ലാം പരിശോധനയ്ക്ക് അയക്കുകയാണ്. അതേസമയം തന്നെയായിരുന്നു ആ ബ്ലൂ കളർ കാറിന്റെ യഥാർത്ഥ ഓണറിനെ കിട്ടിയെന്നുള്ള കാര്യം ഒരു പോലീസ് ഓഫീസർ നോബലിനോട് പറയുന്നതും. ഉടനെ തന്നെ അതിന്റെ യഥാർത്ഥ ഓണറിനടുത്തേക്ക് പോവുകയാണ് നോബലും കൂട്ടരും. കാറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അയാൾ ആദ്യമൊന്നും പറയുവാനായും തയ്യാറായില്ല. എന്നാൽ ഇത് വലിയ പ്രശ്നമാകുമെന്നും തന്റെ ഫാമിലി ഇത് അറിയുമെന്നും പേടിച്ചാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായും തീരുമാനിച്ചത്. ഇയാളാണെങ്കിൽ ആ അയ്യപ്പന്റെ നല്ല കൂട്ടായിരുന്നു. അയ്യപ്പന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിപാടിക്കും കൂടെ നിൽക്കുന്ന അയ്യപ്പന്റെ ഉറ്റ സുഹൃത്ത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിട്ട് ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് സ്വസ്ഥമായി ജീവിക്കുകയാണ്. എന്നാൽ ഈ അയ്യപ്പനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാറ് വന്ന് വാങ്ങിക്കൊണ്ടു പോകും. ഓരോ ജോലി കഴിയുന്ന സമയത്തും ആ കാറ് തിരിച്ചു കൊണ്ടുവരാറുണ്ട് എന്നുള്ള കാര്യവും അയാളാണെങ്കിൽ പോലീസിനോട് പറയുന്നു. എന്നാൽ ഇയാളാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്റ്റേഷനിലെത്തി അയാളുടെ കാറ് കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ആ കാര്യം നോബലിനറിയാം. അതും നോബൽ അയാളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കാറ് കാണാനില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പേടിച്ചാണ് അതിന് മറുപടി പറയുന്നതും. അതെല്ലാം കേട്ട് നോബലും കൂട്ടരും ഞെട്ടുന്നു. എന്തെന്നാൽ അയ്യപ്പനാണെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാറ് വാങ്ങുവാനായി വന്നു. എന്നാൽ എന്നത്തെയും പോലെ അല്ലായിരുന്നു ആ ഒരു വരവ്. അയ്യപ്പൻ പറഞ്ഞത്, ഇപ്പോൾ 2-3 ദിവസം കഴിയുന്ന സമയത്ത് നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം, നിന്റെ കാറ് കാണാനില്ല എന്ന്. അപ്പോൾ പോലീസുകാരെ അന്വേഷിക്കും. ഞാനിവിടെ ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് കാർ ഉപേക്ഷിക്കും. ആ കാർ പോലീസുകാർ കണ്ടുപിടിക്കും. നിനക്ക് ആ കാറ് കൊണ്ടുതരുമെന്നും അയ്യപ്പൻ പറഞ്ഞിരുന്നു. അയ്യപ്പന്റെ ആ ഒരു പോക്ക് എന്തൊക്കെയോ കരുതി കൂട്ടിയുള്ളതാണെന്നും എന്തോ പരിപാടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാറ് കൊണ്ടുപോയതെന്നും അയ്യപ്പനാണെങ്കിൽ കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യവും കൂട്ടുകാരൻ പോലീസിനോട് പറയുകയാണ്. അതെല്ലാം കേട്ടതും അയ്യപ്പൻ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്തിരുന്നുവെന്നും എന്തോ ഇതിന് പിന്നിൽ സംഭവിച്ചുവെന്നും നോബലിനും കൂട്ടുകാർക്കും മനസ്സിലാകുന്നു. ദിവസം ചെല്ലുന്തോറും ഈ ഒരു കേസിലെ കോംപ്ലിക്കേഷൻസ് കൂടി വരുന്നത് കാരണം നോബലിന് വല്ലാത്ത ടെൻഷൻ. അതേ സമയത്തായിരുന്നു ഈ അയ്യപ്പനാണെങ്കിൽ മോഷണ സാധനങ്ങളെല്ലാം കോയമ്പത്തൂർ കൊണ്ടുവന്ന് ഒരാളിനെ വിൽക്കുമായിരുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ്. ആ ആളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോബലിന് കിട്ടും. ഉടനെ തന്നെ കോയമ്പത്തൂരിലുള്ള ജയിലിലേക്ക് എത്തുകയാണ് നോബലും ടീമും. അവിടെ വെച്ച് ആ ഒരു വ്യക്തിയെ കണ്ട് അയ്യപ്പനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത്, മോഷണം മുതലെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ വിൽക്കുന്നു, കൈമാറ്റം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാനായും പറ്റത്തില്ല. എന്നാൽ അയ്യപ്പനാണെങ്കിൽ അവസാനമായിട്ട് ഒരു വസ്തു കൊണ്ട് വിൽക്കാനായിട്ട് എന്നും പറഞ്ഞ് എന്നോട് വന്നിരുന്നു. പക്ഷെ അവൻ പിന്നീട് ആ ഒരു സാധനം എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നില്ല. എന്താണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നും എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം ആ ഒരു വ്യക്തി പറയുന്നു. അയാൾക്കടുത്തേക്കും അയ്യപ്പൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നോബലിനും കൂട്ടർക്കും മനസ്സിലായിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവർക്കാണെങ്കിൽ ആ ഡോഗ്സിന്റെ ഷെൽട്ടറിലുള്ളവരെ നല്ല സംശയമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം പുറത്തു വരുന്നത്. എന്തെന്നാൽ അയ്യപ്പനെ കാണാതായി എന്ന് പറയുന്ന ദിവസമല്ലേ, ആ ദിവസം സംഭവിച്ച കാര്യമാണ്. എല്ലാ നായ്ക്കളെയും രാത്രിയാകുന്ന സമയത്ത് അവരുടെ സെല്ല് അടയ്ക്കുവാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോകും. എല്ലാ ഡോഗ്സും കിടക്കുന്ന സെല്ല് അടയ്ക്കുവാനായി ചെല്ലുന്ന സമയത്താണ് ടെറി കിടക്കുന്ന സെല്ല് മാത്രം ഓപ്പണായി കിടക്കുന്നു. അതെന്തെന്നറിയുവാനായിട്ട് നോക്കാൻ പോകുന്ന സമയത്ത് അയ്യപ്പനാണെങ്കിൽ ആ സെല്ലിൽ നിന്നും എത്തി നോക്കും. സ്റ്റാഫ് വരുന്നത് കണ്ട് അയ്യപ്പനാണെങ്കിൽ വെപ്രാളപ്പെട്ട് അവിടെ നിന്നും നടന്നു പോകും. എന്തിനായിരിക്കും അയ്യപ്പൻ ഇറങ്ങി ഓടിയത് എന്നവർ ചിന്തിച്ചു ചെന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ടെറിയെയാണ് അവർ കണ്ടത്. ടെറിയുടെ വയറ് കീറിയിരിക്കുന്നു. എന്തിനാണ് ടെറിയുടെ വയറ് കീറിയതെന്നും അവർക്കറിയത്തേയില്ല. അന്നു മുതൽ അയ്യപ്പനെ കാണാനുമില്ല. പിന്നീട് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ വിഷയമാകുമെന്ന് പേടിച്ചാണ് ആരും പുറത്ത് പറയാത്തതും ഡോക്ടറിനെ കൊണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിയതെന്നും ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു. അത് കേട്ട് നോബലിന് വല്ലാതെ ദേഷ്യം വരും. ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ജോലി വരെ പോകുമെന്ന് പറഞ്ഞിട്ട് നോബൽ അവരെ വിരട്ടുകയും ഒക്കെ ചെയ്യുന്നു. എന്തിനായിരിക്കും ടെറിയോട് അയ്യപ്പൻ അങ്ങനെ പെരുമാറിയത്? അതിനുശേഷം അയ്യപ്പൻ എന്തിനായിരിക്കും നാട് വിട്ടത് എന്നൊക്കെ വല്ലാത്ത സംശയമായിരുന്നു നോബലിനും മറ്റു പോലീസുകാർക്കുമൊക്കെ. ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു സ്റ്റേഡിയത്തിൽ നിന്നും മാംസകഷ്ണവും ബ്ലഡ് സാമ്പിളും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ റിപ്പോർട്ട് വരുന്നതും. ആ റിപ്പോർട്ട് വായിച്ച് എല്ലാവരും ഞെട്ടുന്നു. കാരണം എന്തെന്നാൽ അതൊരാളുടേതല്ല, 2 പേരുടേതാണ്. അതിലൊരാൾ അമ്പിളി രാജുവും, രണ്ടാമത്തെ ആളുടെ പേര് കേട്ട് എല്ലാവരും ഞെട്ടും. അത് മറ്റാരുമല്ല,
അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പനും മരണപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വാർത്ത അറിഞ്ഞ് എല്ലാവരും ഞെട്ടുന്നു. കാര്യം അവർ വിചാരിച്ചിരുന്ന കണക്കല്ല കേസ് മുന്നോട്ട് പോകുന്നത്. ഈ കേസിലാണെങ്കിൽ പല പല വഴിത്തിരിവുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. അത് കാരണം എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. നോബലാണെങ്കിൽ ഈ ഒരു മരണം എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് തന്റെ അസംഷൻ എല്ലാം മനോജിനോട് പറയുന്നുണ്ട്. മാത്രമല്ല ടെറിയെ കൊന്നതിന് ശേഷമാണല്ലോ അയ്യപ്പൻ നാട് വിട്ടതും. അപ്പോൾ ഈ ടെറിയുമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ടെറിയുടെ മരണത്തെപ്പറ്റി കൂടുതലായിട്ടും അന്വേഷിക്കുവാനായും തീരുമാനിച്ച് നേരെ പോകുന്നത് ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്കാണ്. അവസാനമായിട്ട് ടെറിയെ പരിശോധിച്ച ഡോക്ടറിനോട് കൂടുതലായിട്ടും ചോദിക്കുന്ന സമയത്ത് ടെറിയെ പരിശോധിച്ചപ്പോൾ ടെറിയുടെ വയറ്റിൽ എന്തോ ഉള്ളതുപോലെ തോന്നി. മാത്രമല്ല ആ ഡോഗ് നല്ല അവശനായിരുന്നു. എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത് വയറ്റിലൊരു സൂചി പോലൊരു വസ്തുവും പിന്നെ ഒരു റിങ്ങും ഉണ്ടായിരുന്നു. ആ സൂചി പോലൊരു വസ്തു എവിടെ നിന്നാണെന്നൊന്നും അവർക്കത് അറിയത്തില്ല എന്നുള്ള കാര്യവും ഡോക്ടർ പറയും. എനിമയിലൂടെ ഒരു സൂചി പുറത്തെടുക്കാനാകും, പക്ഷെ ആ റിങ് എടുക്കാനായി കഴിയത്തില്ല. അതിനൊരു സർജറി തന്നെ വേണം. പക്ഷേ സർജറി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലല്ലായിരുന്നു ആ ഡോഗ് ഉണ്ടായിരുന്നതും. ഈ ഒരു കാര്യമെല്ലാം ഞാൻ അവരോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആരും ഒന്നിനും സമ്മതിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. മാത്രമല്ല മനുഷ്യന് ബാധിക്കുന്നത് പോലെ അൽഷൈമർ രോഗം ടെറിക്കും ബാധിച്ചിരുന്നു. അതിനതിന്റെ ട്രെയിനറിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നുള്ള കാര്യവും ഡോക്ടർ പറയും. ഈ ഒരു കാര്യമെല്ലാം അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആരും അതൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല. അങ്ങനെ നോബലും കൂട്ടരും എല്ലാവരും ചേർന്ന് നേരെ പോകുന്നത് ആ ഒരു മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൽ എന്തൊക്കെ സാധനങ്ങൾ മിസ്സിംഗ് ആണ് എന്നുള്ളതിന്റെ ലിസ്റ്റ് എടുക്കുന്നു. അതിൽ നിന്നും പഴയ കാലത്തെ ഒരു റിങ്ങും, വളരെ വിലമതിക്കുന്ന ഒരു റിങ്ങും, പിന്നെ കൂടാതെ ടേബിളില് പേപ്പറൊക്കെ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഷാർപ്പായിട്ടുള്ളൊരു സൂചിയും മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ടെറി ഇത് രണ്ടുമാണ് വിഴുങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസുകാർ ഉറപ്പിക്കുകയാണ്. ടെറിയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ട്. അടുത്ത ദിവസം തന്നെ നോബൽ അയാളെ പോയി കാണുകയാണ്. ടെറിയെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കും. ടെറിയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയൊക്കെയാണ് അന്വേഷിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ ജോലി നഷ്ടമായ കാര്യം പറയുകയാണ്. എന്താണ് ജോലി നഷ്ടമാകാൻ കാരണമെന്ന് പറയുമ്പോൾ അയാൾ അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു പോലീസിലുള്ള ഡോഗ് റിട്ടയർ ആകുന്ന സമയത്ത് അതിന് നോക്കുന്ന ആളും അവരോടൊപ്പം റിട്ടയർ ആകുന്നു. പിന്നീട് ജോലിയിൽ തിരിച്ചു കയറണമെങ്കിൽ ഇതുപോലൊരു ഡോഗിനെ എടുത്തുകൊണ്ടുവന്നിട്ട് ഹരിയാനയിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തു കൊണ്ടുവരണം. അതിന് ഏകദേശം 9 മാസമെങ്കിലും എടുക്കും. പിന്നെ ടെറി പോയതിനു ശേഷം അവന്റെ സ്ഥാനത്ത് മറ്റൊരു നായയെ കാണുവാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ജോലിക്കൊന്നും ട്രൈ ചെയ്യാത്തത് എന്നുള്ള കാര്യം അയാൾ പറയുന്നു. മാത്രമല്ല ടെറി ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിരുന്നത് ജെയ്സ്മോൻ എന്ന ആളുമായിട്ടായിരുന്നു. ടെറിയെ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നതും കുട്ടിക്കാലം മുതലേ ടെറിയെ പരിപാലിക്കുന്നതെല്ലാം ജെയ്സ്മോൻ ആണെന്നും അയാൾ പറയുന്നു. അതനുസരിച്ച് ജെയ്സ്മോന്റെ സ്ഥലം മനസ്സിലാക്കി ഒരു ടീമിനെ അങ്ങോട്ട് പറഞ്ഞുവിടും. എന്നാൽ അവിടെ ചെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ജെയ്സ്മോൻ 6 മാസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യവും അറിയുന്നത്. അതോടുകൂടി ഇതിന് പിന്നിൽ ജെയ്സ്മോൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന സംശയം നോബലിനുണ്ടാകുന്നു. ടെറിക്ക് അൽഷൈമർ രോഗമാണെന്ന് മുൻപേ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയാമായിരുന്നു. ഒരു ബോംബ് കണ്ടെത്താനുള്ള ഒരു കേസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിന് ടെറിയെയും കൊണ്ടുപോയി. എന്നാൽ ടെറിയാണെങ്കിൽ എന്തിനാണ് താൻ വന്നതെന്ന് മറന്ന് ആ ഒരു ബോംബ് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ചുനേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് പൊട്ടിയേന്, എങ്കിൽ ആകെ വിഷയമാകുമായിരുന്നു. പക്ഷേ അന്നാണ് നമ്മൾക്ക് മനസ്സിലായത് ടെറിക്ക് എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടായിരുന്നുവെന്ന്. മാത്രവുമല്ല ആ ഒരു കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഞങ്ങളുടെ ജോലി പോകും. ടെറിയെ പുറത്താക്കും. അത് പേടിച്ചാണ് ഇതൊന്നും പുറത്ത് പറയാത്തത്. ജെയ്സ്മോനാണ് അത് പുറത്ത് പറയേണ്ട എന്ന് നിർബന്ധിച്ചതും. അന്ന് ആ മ്യൂസിയത്തിൽ നടന്ന സംഭവത്തോടു കൂടി ടെറിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞു. ടെറിയെയും പുറത്താക്കി. ഞങ്ങൾക്കും ജോലി നഷ്ടമായി. ടെറി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വല്ലാതെ അവശനായിരുന്നു. ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജെയ്സ്മോനെയാണ്. ടെറി അവശനായി കിടക്കുന്നതൊന്നും ജെയ്സ്മോന് സഹിച്ചില്ല. ജെയ്സ്മോനെ ഒരിക്കൽ ഞാൻ കാണാൻ ചെന്നിരുന്നു. അന്ന് ജെയ്സ്മോനാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മാത്രമല്ല ജെയ്സ്മോൻ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പിന്നീട് ഇതും കൂടി ആയപ്പോൾ ജെയ്സ്മോൻ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ്. പിന്നെ ജെയ്സ്മോൻ എന്നോട് പറഞ്ഞത്, ആരോരും അറിയപ്പെടാത്ത എന്നെ എല്ലാവരും അറിഞ്ഞത് ടെറിയിലൂടെയാണ്. ടെറിയെ നോക്കുന്ന ജെയ്സ്മോൻ എന്നാണ് എന്നെ എല്ലാവരും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു അഡ്രസ്സ് കിട്ടിയത് തന്നെ ടെറിയിലൂടെയാണ്. ടെറിയെ വിട്ടുകളയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ അവനെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്നും ജെയ്സ്മോൻ പറഞ്ഞിരുന്നു. അടുത്ത ദിവസം തന്നെ ജെയ്സ്മോൻ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുവാനായിട്ട് ചെന്നിട്ട് ടെറിയെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം സംസാരിക്കും. എന്നാൽ അവരതിനെ അനുവദിക്കുന്നതേയില്ല. ഒരു ഡോഗ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ അഡോപ്റ്റ് ചെയ്യാം. ടെറി ഇപ്പോൾ റിട്ടയർ ആയതാണ്, പക്ഷേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഡോഗ് സിക്കും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും അഡോപ്ഷൻ നടക്കില്ല എന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ അത് കേട്ട് ജെയ്സ്മോന് സഹിക്കാനായില്ല. ജെയ്സ്മോൻ കരഞ്ഞ് കാല് പിടിക്കും.
എന്നിട്ട് ജെയ്സ്മോനാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ഒരു കഥ പറയുന്നു. ഈ ജെയ്സ്മോനാണെങ്കിൽ അച്ഛനാണ് ആകെയുള്ളത്, ബാക്കി ആരുമായിട്ടും ഒരു കമ്പനിയുമില്ല. അച്ഛനാണെങ്കിൽ ജെയ്സ്മോനാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഡോഗിനെ വാങ്ങിക്കൊടുത്തു. ജെയ്സ്മോൻ എന്തിനും കൂട്ട് ആ ഒരു ഡോഗായിരുന്നു, അവന്റെ പ്രിയപ്പെട്ട നായ്ക്കുട്ടി. എന്നാൽ ഒരു സമയത്ത് കവലയിലൂടെ പോകുന്ന അച്ഛനാണെങ്കിൽ അവിടെ ആളുകൾ എല്ലാവരും ചേർന്ന് ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് കാണുന്നു. അച്ഛനാണെങ്കിൽ ജെയ്സ്മോനെ വളർത്തിയത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നല്ല രീതിക്ക് പെരുമാറണം, അവരെ നമ്മൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ, അതുകൊണ്ട് തന്നെ പട്ടി പൂച്ച ഇതിനോടൊക്കെ ജെയ്സ്മോന് വല്ലാത്ത സ്നേഹമാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കുന്നു. അങ്ങനെ അച്ഛനാണെങ്കിൽ നാട്ടുകാർ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് കണ്ട് പാമ്പിനെ രക്ഷിക്കുവാനായും തീരുമാനിച്ചു. ആ പാമ്പിനെ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ടുപോയി ഒരു കടയിൽ നിന്ന് പാലയ്ക്ക് വാങ്ങിക്കൊടുത്തു. പാമ്പ് ഏകദേശം ഓക്കെ ആയി എന്നൊക്കെ കണ്ടപ്പോൾ നാട്ടുകാരെല്ലാവരും ജെയ്സ്മോന്റെ അച്ഛന്റെ കയ്യിൽ പാമ്പിരിക്കുന്നത് കണ്ടിട്ട് ആ പാമ്പിനെ തല്ലിക്കൊല്ലുവാനായിട്ടും അടുത്തേക്ക് വരും. എന്നാൽ ജെയ്സ്മോന്റെ അച്ഛനാണെങ്കിൽ ആ പാമ്പിനെ എടുത്ത് തന്റെ ഷർട്ടിനകത്തേക്ക് ഇട്ടിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. എന്നാൽ ഓടി അവസാനം ഒരു കാടിന് നടുവിലായിട്ട് എത്തുന്ന സമയത്ത് അച്ഛൻ ബോധം കെട്ട് വീഴും. ആ പാമ്പ് അച്ഛനെ കൊത്തിയിരുന്നു. നുരയും പതയും വന്ന് മരിക്കാറായി കിടക്കുന്ന സമയം ഞാൻ അവിടേക്ക് ചെന്നിട്ട് പോലും ആരും എന്നെ അച്ഛനടുത്തേക്ക് പോകുവാനായിട്ട് സമ്മതിച്ചില്ല. കാരണം എന്താ, അച്ഛന്റെ ഷർട്ടിനുള്ളിൽ പാമ്പുണ്ട്. അതിനെ പേടിച്ച് ആരും അച്ഛനെ ഹോസ്പിറ്റലിൽ പോലും എത്തിച്ചില്ല. എന്നാൽ ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടി വന്നത് ഞാൻ വളർത്തുന്ന എന്റെ നായ്ക്കുട്ടിയാ. ആരെയും പേടിയില്ലാതെ ഒന്നിനെയും പേടിക്കാതെ അച്ഛനടുത്തേക്ക് ചെന്നു. പക്ഷെ ആ മിണ്ടാപ്രാണിയെ കൊണ്ട് മനുഷ്യനെ രക്ഷിക്കാനാകുമോ? ഒന്നിനും പറ്റില്ല. ആരെങ്കിലും രക്ഷിക്കണേ എന്ന മട്ടിലാണ് എല്ലാവരെയും നോക്കിയത്. നമുക്ക് എന്ത് വന്നാലും അവസാനം ഇവരെ നമുക്ക് കാണൂ എന്നുള്ള കാര്യവും ജെയ്സ്മോൻ പറയുന്നു. ജെയ്സ്മോൻ പറയുന്ന കഥ കേട്ട് ആ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും പാവം തോന്നുന്നു. അങ്ങനെ ജെയ്സ്മോന് ടെറിയെ കൊടുക്കുവാനായിട്ടും തയ്യാറാവുകയാണ്. ടെറിയെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജെയ്സ്മോൻ വന്നിരിക്കുന്ന സമയം അന്ന് നോക്കിയപ്പോൾ ഡോക്ടറൊക്കെ വന്നിട്ട് പോകുന്നു. ടെറിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തേയില്ല. ടെറിക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരോടും തിരക്കുന്ന സമയത്തും ആരും ഒന്നും പറയുന്നതേയില്ല. ജെയ്സ്മോൻ ആണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ ടെറി മരണപ്പെട്ടു എന്നുള്ള കാര്യം ജെയ്സ്മോൻ അറിയുന്നു. ജെയ്സ്മോൻ എല്ലാവരുടെ ടെറിക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഡെത്താണ്, ടെറിക്ക് സുഖമില്ലാതെ കിടക്കുകയല്ലായിരുന്നു എന്നാണ് ജെയ്സ്മോനോട് പറഞ്ഞത്. എന്നാൽ ജെയ്സ്മോൻ ആണെങ്കിൽ ഡോക്ടറിന്റെ പെരുമാറ്റത്തിൽ നിന്നും നല്ല സംശയമുണ്ടാകുന്നു. ഡോക്ടറിനോട് ചെന്നിട്ട് എന്താ ടെറിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ ആണെങ്കിൽ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്സ്മോനെ ഒഴിവാക്കുവാനായി നോക്കും. എന്നാൽ ജെയ്സ്മോൻ ആണെങ്കിൽ ടെറിയുടെ കാര്യം അറിഞ്ഞേ പറ്റൂ എന്നുള്ള മാനസികാവസ്ഥയിലായിരുന്നു. ജെയ്സ്മോനെ കണ്ടതും ഡോക്ടറിനും പാവം തോന്നി. ജെയ്സ്മോന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട്, ദേ ഈ ഒരു കാര്യം ഞാൻ എങ്ങും എഴുതി തരത്തുമില്ല, എങ്ങും ഒന്നും മൊഴി കൊടുക്കത്തുമില്ല. ഞാൻ പറയുന്നത് ഇപ്പോഴും ഇവിടെ കളഞ്ഞോളാം, ഇതിലെന്നെ വലിച്ചിടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് എന്താണ് സത്യമെന്ന് തുറന്നു പറയുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ അയ്യപ്പൻ കാരണമാണ് ടെറി മരണപ്പെട്ടത്. അയ്യപ്പൻ ടെറിയുടെ വയറ് കുത്തിക്കീറി എന്നുള്ള കാര്യവും ഡോക്ടർ തുറന്നു പറയുന്നു. അത് കേട്ടതും ജെയ്സ്മോന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ജെയ്സ്മോൻ ആകെ തകർന്നു പോയി. ടെറിയുടെ മരണം സാധാരണയല്ല, അയ്യപ്പൻ കൊന്നതാണെന്ന് ജെയ്സ്മോന് മനസ്സിലായില്ലേ. ജെയ്സ്മോൻ ആണെങ്കിൽ ടെറിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ചെന്ന് ഒരുപാട് കരയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് നോബലിനെയാണ്. ഇതെല്ലാം കേട്ടതോടുകൂടി ഇതിനെല്ലാത്തിനും പിന്നിൽ ഈ ജെയ്സ്മോൻ ആണെന്ന കാര്യം നോബലിന് മനസ്സിലാകുന്നു. അങ്ങനെ ജെയ്സ്മോന്റെ ടവർ ലൊക്കേഷനൊക്കെ എടുക്കുവാനായി തീരുമാനിക്കുകയാണ്. ടവർ ലൊക്കേഷൻ എടുക്കുന്ന സമയത്ത് ഈ ജെയ്സ്മോൻ ആണെങ്കിൽ അമ്പിളി രാജുവും അയ്യപ്പനുമുള്ള സ്ഥലത്തെല്ലാം ജെയ്സ്മോന്റെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്ന കാര്യം ഇവർക്ക് മനസ്സിലാകുന്നു. അവസാനമായിട്ട് ലൊക്കേഷൻ കാണിക്കുന്നത് കായലിന്റെ നടുവിലുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ നിന്നാണ്. അതും ഒരു വാടക വീട്. അവിടേക്ക് അവരെത്തി. അവിടെ കാല് കുത്തുന്ന സമയം തന്നെ കറണ്ടും പോകുന്നു. ആ വീട് ആകെ പരിശോധിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ബ്ലഡും ചാക്കിലൊക്കെ രക്തവും അത് കഴുകിക്കളഞ്ഞ പാടും നല്ല സ്മെല്ലുമായിരുന്നു. അവിടുത്തെ ഒരു മുറിയിലേക്ക് എത്തുന്ന സമയത്താണ് തൂങ്ങി നിൽക്കുന്ന ജെയ്സ്മോനെ കാണുന്നതും. ഇനി എന്താ ചെയ്യുക, ഇനി എങ്ങനെയാ കേസ് തെളിയിക്കുന്നത് എന്ന ചിന്തയാണ് നോബലിന്. അപ്പോഴായിരുന്നു കറണ്ട് വന്നതും ഫാൻ കറങ്ങുവാനായും തുടങ്ങി. ഫാനിലാണ് ഈ ജെയ്സ്മോൻ തൂങ്ങി നിൽക്കുന്നതും. അപ്പോൾ നോബലിനൊരു കാര്യം ഓർമ്മ വരുന്നു. അവരവിടെ വന്ന സമയത്താണ് കറണ്ട് പോയത്. ഉറപ്പായിട്ടും പോലീസ് വരുന്നത് കണ്ടായിരിക്കും കയറി തൂങ്ങിയിട്ടുണ്ടാവുക. കറണ്ട് പോയതും ഫാനിൽ തൂങ്ങി. അപ്പോൾ എങ്ങനെയായാലും ഒരു 2-3 മിനിറ്റ് ആകത്തേയുള്ളൂ ജെയ്സ്മോൻ മരിച്ചു കാണില്ല എന്ന് നോബലിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ജെയ്സ്മോനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അങ്ങനെ ജെയ്സ്മോൻ രക്ഷപ്പെടുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം ജെയ്സ്മോൻ ജീവിതത്തിലേക്ക് തിരികെ വരും. പക്ഷേ ഈ ഒരു മരണത്തെപ്പറ്റി, അമ്പിളി രാജുവിന്റെയും അയ്യപ്പന്റെയും മരണത്തെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഒരക്ഷരം പോലും ജെയ്സ്മോൻ മിണ്ടുന്നതേയില്ല. ഒന്നിനും മറുപടി കൊടുക്കുന്നതുമില്ല.
പക്ഷേ കേസ് എങ്ങനെ തെളിയിക്കും? എല്ലാത്തിനും പിന്നിൽ ജെയ്സ്മോനാണെന്നുള്ളതിന്റെ തെളിവും പോലീസുകാരുടെ കയ്യിലുണ്ട്. പക്ഷേ ജെയ്സ്മോൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാലല്ലേ ഈ ഒരു കേസിന് എവിഡൻസ് ഉണ്ടാകൂ, അത് തെളിയിക്കാനായും പറ്റത്തുള്ളൂ. പക്ഷെ ജെയ്സ്മോൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എവിഡൻസ് എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കുന്നു. ആ വന്ന ആളാണെങ്കിൽ പോലീസ് ഈ കേസുമായി സംബന്ധിച്ച് ഏതൊക്കെ സ്ഥലങ്ങളാണോ കണ്ടുപിടിച്ചിരുന്നത് ആ സ്ഥലങ്ങളിലേക്കെല്ലാം ജെയ്സ്മോനെയും കൊണ്ട് തെളിവെടുക്കുവാനായിട്ടും വരുന്നു. തെളിവവർ ഉണ്ടാക്കുകയാണ്. ജെയ്സ്മോൻ ആണെങ്കിൽ ഒന്നും പറയുന്നതേ ഇല്ലല്ലോ. എന്നാലും നോബലിന്റെ മനസ്സിലാണെങ്കിൽ പല പല ചിന്തകളായിരുന്നു. ജെയ്സ്മോൻ ഒന്നും പറയാത്തത് കൊണ്ട് ഈ കേസിൽ എങ്ങനെ ആയിരിക്കാം ഇതെല്ലാം നടന്നിട്ടുണ്ടാവുക എന്നുള്ള ചിന്തകളായിരുന്നു നോബലിന്റെ മനസ്സ് മുഴുവൻ. നോബലിന്റെ മനസ്സിലാണെങ്കിൽ ജെയ്സ്മോനെതിരെ തെളിവില്ലാത്തത് കൊണ്ടും ആ ഒരു സംശയവും ഉണ്ടായിരുന്നു. അവസാനമായിട്ട് അവർ വന്നത് ആ ഒരു സ്റ്റേഡിയത്തിലേക്കാണ്. മനുഷ്യമാംസമൊക്കെ കണ്ടെത്തിയ സ്റ്റേഡിയമില്ലേ, അവിടേക്കായിരുന്നു. അവിടെ വന്നപ്പോഴാണ് നോബൽ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്റ്റേഡിയത്തിലാണെങ്കിൽ വലിയ ഉയരത്തിനായിട്ട് നെറ്റടിച്ചിരുന്നു. ജെയ്സ്മോൻ നടന്നു വരുന്നത് കണ്ട് നെറ്റിനപ്പുറത്തായിട്ട് ഒരുപാട് തെരുവ് നായ്ക്കൾ ജെയ്സ്മോൻ അടുത്തേക്ക് വാല് മാട്ടി വന്നു നിന്നു. അത് കാണുന്നതും നോബൽ ഞെട്ടുന്നു. മാത്രമല്ല മറ്റൊരു കാഴ്ച കൂടി നോബൽ കാണുകയാണ്. അന്ന് പോലീസ് CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോഗ് ആണെങ്കിൽ മനുഷ്യന്റെ വിരൽ ഛർദ്ദിച്ചു വെച്ചു എന്ന് കണ്ടെത്തിയില്ലേ, അതേ ഡോഗ് തന്നെ ദേ ഇപ്പോൾ ജെയ്സ്മോൻ അടുത്തേക്ക് വാല് മാട്ടി വരുന്നു. അത് കണ്ടതും നോബൽ ഉറപ്പിച്ചു ഇതിനെല്ലാം പിന്നെ ജെയ്സ്മോൻ തന്നെയാണെന്ന്. ജെയ്സ്മോനെ തിരിഞ്ഞു നോക്കുകയാണ് നോബൽ. അപ്പോൾ ജെയ്സ്മോൻ ആണെങ്കിൽ ആ ഡോഗ്സിനെ എല്ലാം പുഞ്ചിരിയോടെ നോക്കുകയാണ്. ജെയ്സ്മോൻ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടിയും ജെയ്സ്മോനാണ് ഇതിന് പിന്നിലെല്ലാം എന്ന് തെളിയിക്കുന്നതിനുള്ള വലിയ തെളിവാണല്ലോ ഇപ്പോൾ നോബലിന്റെ കൺമുന്നിൽ കണ്ടിരിക്കുന്നത്. ആ ഒരു പുഞ്ചിരിയിൽ നടന്നു പോവുകയാണ് നോബൽ. അതോടുകൂടി ഈ ഒരു സീരീസിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.